എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളായിട്ടുള്ള DPharm, DHI, DMLT ഇതുപോലെ വിവിധ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റിലേക്കുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ വിദ്യാർത്ഥികൾക്ക് ജനുവരി 16-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിവരെ ഓപ്ഷനുകളായിട്ട് നൽകാവുന്നതാണ്. നിലവിൽ LBS വഴി ഡിപ്ലോമ കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് ഏതെങ്കിലും കോളേജുകളിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ആണെങ്കിൽ വിദ്യാർത്ഥികൾ കോളേജിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ഇതിൽ പങ്കെടുക്കേണ്ടത്. ഗവൺമെൻറ് കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് NOCയുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസ് കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടി നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ളതെങ്കിൽ കോളേജിൽ നിന്നുള്ള NOC കോളേജ് LBS വെബ്സൈറ്റ് വഴി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് എങ്കിൽ, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ NOC ഇഷ്യൂഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വീണ്ടും NOC അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ താല്പര്യമുള്ള, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്നുറപ്പുള്ള കോളേജുകളിലും കോഴ്സുകളിലേക്ക് മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് നൽകാൻ പാടുള്ളൂ. കാരണം താല്പര്യമില്ലാതെ കോളേജ് കോഴ്സുകൾ നൽകിയിട്ട് അലോട്ട്മെൻറ്റ് കിട്ടി പിന്നീട് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് കൂടി നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾ മാത്രം ഓപ്ഷൻസായിട്ട് നൽകിയാൽ മതിയാകും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് വാക്കൻസീസ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക എന്നുള്ളത് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നിലവിൽ വെബ്സൈറ്റിൽ വാക്കൻസി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സുകൾക്കാണ് ഏതൊക്കെ കാറ്റഗറിയിലാണ് വാക്കൻസി ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഈ ഒരു LBSൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വാക്കൻസി ഫോർ ദ ഓൺലൈൻ അലോട്ട്മെൻറ്റ് ഓൺ 17/1/2025 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ ഡൗൺലോഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ആ ഒരു PDF ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ അതിൽ ഓരോ കോളേജിൻ്റെയും ഓരോ കോഴ്സിലെ ഓരോ കാറ്റഗറി തിരിച്ച് എത്ര വാക്കൻസി ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതുപോലെയാണ് വാക്കൻസീസ് ഉണ്ടാവുക. ഡിപ്ലോമ ഇൻ കാർഡിയോവാസ്കുലർ ടെക്നോളജിയിൽ SC വിഭാഗത്തിൽ ഒരു സീറ്റാണ് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലുള്ളത്. അതുപോലെ തന്നെ MU കാറ്റഗറി, അതായത് മുസ്ലിം വിഭാഗത്തിലുള്ളവർക്കായിട്ട് ഒരു സീറ്റാണ് വാക്കൻസി ഉള്ളത്. അതുപോലെ VC, അതായത് VC ആ ഒരു കാറ്റഗറിയിൽ ഉള്ളത് ഒരു സീറ്റാണ് വാക്കൻസി ഉള്ളത്. അതുപോലെ തന്നെ ഇതിൽ തന്നെ നിങ്ങൾക്ക് വിവിധ കോഴ്സുകൾക്ക് കാണാം SM കാറ്റഗറി സീറ്റ് കാണാം. SM കാറ്റഗറി എന്ന് പറഞ്ഞാൽ എല്ലാ വിദ്യാർത്ഥികളെയും പരിഗണിക്കുന്ന ഒരു കാറ്റഗറിയാണ് SM കാറ്റഗറി. അത് നിങ്ങൾ ഏത് വിഭാഗത്തിലായിരുന്നാലും സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റ് വഴിയാണ് അതിൽ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. മറ്റു കാറ്റഗറിയുടെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ആ ഒരു കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റാണ് അതിലേക്ക് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. എന്നാൽ SM കാറ്റഗറിയിൽ സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് ലിസ്റ്റിൽ നിന്നാണ്, അതായത് എല്ലാ വിദ്യാർത്ഥികളും ഉൾക്കൊള്ളുന്ന ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഏത് കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്കും SM സീറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള കോളേജ് കോഴ്സുകൾക്ക് വാക്കൻസി ഉണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാറ്റഗറിയിലും അതുപോലെ തന്നെ SM കാറ്റഗറിയിലും വാക്കൻസി ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്നുറപ്പുള്ള കോളേജുകളും കോഴ്സുകളും നിങ്ങൾക്ക് ഓപ്ഷൻസ് ആയിട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ വാക്കൻസിയുള്ള കോഴ്സുകൾ കാർഡിയോവാസ്കുലർ ടെക്നോളജി ഉണ്ട്, അതുപോലെ തന്നെ ഡെൻ്റൽ ഓപ്പറേറ്റിംഗ് റൂം അസിസ്റ്റൻ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ ഫാർമസി, അതുപോലെ തന്നെ അതായത് ഡിപ്ലോമ ഇൻ ഫാർമസിയിലാണ് കൂടുതൽ വാക്കൻസീസ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു റെസ്പിറേറ്ററി ടെക്നോളജി ഉണ്ട്, അതുപോലെ സെൻട്രൽ സ്റ്റെറിലൈൻ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നോളജിക്ക് ഉണ്ട് വാക്കൻസി ഉണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് ടെക്നോളജി, അതുപോലെ തന്നെ എൻഡോസ്കോപ്പിക് ടെക്നോളജി, അതുപോലെ ഡെൻ്റൽ ഹൈജീനിസ്റ്റ്, അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർ, അതുപോലെ തന്നെ വേക്കൻസി ഉള്ളത് ഡെൻ്റൽ മെക്കാനിക്സ്, അതുപോലെ തന്നെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, ഇതുപോലെ വിവിധ കോഴ്സുകൾക്ക് വാക്കൻസീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ഉണ്ടോ, അതുപോലെ താല്പര്യമുള്ള കോളേജിൽ വാക്കൻസി ഉണ്ടോ എന്നുള്ളത് നോക്കി. അതുപോലെ ന്യൂറോ ടെക്നോളജി കോഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒഫ്താൽമിക് അസിസ്റ്റൻ്റ്, ഇതുപോലെ വിവിധ കോഴ്സുകളുണ്ട്. അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്തേഷ്യ ടെക്നോളജി, അതുപോലെ തന്നെ റേഡിയോളജിക്കൽ ടെക്നോളജി, അതുപോലെ തന്നെ റേഡിയോ ഡയഗ്നോസിസ് ആൻഡ് റേഡിയോതെറാപ്പി ടെക്നോളജി. ഈ ഒരു രീതിയിൽ വിവിധ കോഴ്സുകൾക്ക് വിവിധ കാറ്റഗറിയിൽ വിവിധ കോളേജുകളിലായിട്ട് വാക്കൻസി കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജിൽ താല്പര്യമുള്ള കോഴ്സിൽ വാക്കൻസി ഉണ്ടോ എന്ന് നോക്കുക. ഇത് നോക്കി അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നിങ്ങൾ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്തി നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളിലേക്ക് അഡ്മിഷന് വേണ്ടി ഈ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകാവുന്നതാണ്.
അപ്പോൾ വിദ്യാർത്ഥികൾ LBS വെബ്സൈറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പേജിലേക്ക് എത്തുന്നതാണ്. അവിടെ നിങ്ങൾക്ക് താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് അലോട്ട്മെൻറ്റ്സ് എന്നുള്ള ഭാഗത്ത് രജിസ്റ്റർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം, ഒരു ബട്ടൺ കാണാം. നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലേക്ക് പോകാവുന്നതും NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ മാത്രം NOC അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട കോളേജ്, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അഡ്മിഷൻ നേടുമെന്ന് ഉറപ്പുള്ള കോളേജും കോഴ്സുകളും മാത്രം ഓപ്ഷൻസ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളത് സേവ് ചെയ്യുക. സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ സെലക്റ്റഡ് കോളേജസ് ഓർ കോഴ്സ് ഓപ്ഷൻസിൽ അത് അതായത് സേവ് ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പ്രിൻ്റ് എടുക്കാം. ഇത്ര മാത്രമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന മറ്റൊരു കാര്യമാണ്, സെൽഫ് ഫിനാൻസിൽ ഒരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടിയിട്ടുണ്ട്, എന്നാൽ സെയിം കോളേജിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്ക് ഓപ്ഷൻ നൽകണമെങ്കിൽ NOC വേണോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, കോളേജിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറണമെങ്കിൽ ആ ഒരു കോളേജിൻ്റെ അനുമതി ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് കോളേജിൽ നിന്നുള്ള NOC അപ്ലോഡ് ചെയ്തുകൊണ്ട് വേണം ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ നൽകാനായിട്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ ജനുവരി 16 വൈകുന്നേരമല്ല, ഉച്ചയ്ക്ക് 2 മണിക്കുള്ളിൽ തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻസ് നൽകാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.